എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പി കണ്ടാലോ. അതിനുവേണ്ടി നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വാളൻപുളി എടുത്തിട്ടുണ്ട്, ശർക്കര, പിന്നെ കടുക് താളിക്കാനുള്ള കറിവേപ്പിലയും വറ്റൽമുളകും, പിന്നെ പൊടികളായിട്ട് എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, പിന്നെ പച്ചമുളകും കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് നമുക്കാണെങ്കിൽ ഒന്ന് കുതിർത്ത് വെക്കാം. ചൂടുവെള്ളത്തിലിടുവാണെങ്കിൽ പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുളിയാണെങ്കിൽ വെള്ളത്തിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതൊന്നും പറ്റാത്തവർക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ ആണെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ പുളിയാണെങ്കിൽ ഇട്ട് വെച്ച്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇഞ്ചിയൊക്കെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ അതിൻ്റെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇഞ്ചിയൊക്കെ കാണുമ്പോൾ ഒക്കെ ഒരുപാട് ഇഞ്ചിക്കറിയൊക്കെ കിട്ടുമെന്ന് ഓർക്കും. പക്ഷേ അല്ല, നമ്മളിത് വറുത്തെടുക്കുമ്പോഴത്തേന് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ ഒരു ചോപ്പറിലിട്ടിട്ടാണെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, ചോപ്പറിൽ നിങ്ങൾ ചോപ്പ് ചെയ്തെടുത്തില്ലെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ സ്ലൈസസ് ആയിട്ട് നമ്മൾ ചെറിയ സ്ലൈസായിട്ട് എടുക്കത്തില്ല, അങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്കിത് ഒന്ന് വറുത്ത് കോരി എടുക്കേണ്ടതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചിയാണെങ്കിൽ എണ്ണയിലിട്ടിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരി എടുക്കാം. ഒരു ബ്രൗൺ നിറമാവുന്നതിന് വരെ നമുക്ക് വറുത്ത് എടുക്കണം. ഇതിൽ നമ്മളാണെങ്കിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, പൊടികളോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും നമ്മൾ ചേർക്കാതെയാണ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. കരിഞ്ഞു പോകാതെ നോക്കണം. തീയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ആണെങ്കിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ടി ഇട്ടിട്ട്, അപ്പോൾ ഈ സമയത്ത് നമ്മളാണെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ആണെങ്കിൽ അരിയാനുള്ളത് അരിഞ്ഞെടുത്ത് വെക്കാം. ഇതിൽ ചെറുള്ളി ആണെങ്കിൽ ഇടുന്നവരും ഉണ്ട്. പിന്നെ ശർക്കരയാണെങ്കിൽ എൻ്റെ വീട്ടിൽ മമ്മിയെ കൊണ്ട് റെഡിയാക്കുമ്പോൾ ശർക്കര ചേർക്കാതെ റെഡിയാക്കാറുണ്ട്. പക്ഷേ ആണെങ്കിൽ ശർക്കരയൊക്കെ ഒരുപാട് കൂടണ്ട, കുറച്ച് ശർക്കര ചേർക്കുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ശർക്കര ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് കോരി മാറ്റിയെടുക്കാം. ഞാനൊരു അരിപ്പയിലോട്ടാണ് ഇങ്ങനെ കോരി മാറ്റിയെടുക്കുന്നത്. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ ആണെങ്കിൽ ഒന്നും കിട്ടാതെ നമുക്കാണെങ്കിൽ നന്നായിട്ടാണെങ്കിൽ അത് എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇത്രയും നമ്മളാണെങ്കിൽ ഇഞ്ചി എത്രയും എടുത്തതിൽ നമ്മൾ വറുത്ത് കോരി എടുത്തപ്പോൾ കണ്ടില്ലേ, ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ഇത് നമ്മളാണെങ്കിൽ ഒരു ജാറിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടുന്ന സമയത്താണെങ്കിൽ ഇതിങ്ങനെ ഇഞ്ചി ഇങ്ങനെ കടിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇഞ്ചിക്കറി നല്ല ആസ്വദിച്ച് കഴിക്കാൻ ഇങ്ങനെ അരച്ചെടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഇഞ്ചി ആണെങ്കിൽ വറുത്തെടുത്ത ആ സെയിം എണ്ണയിൽ തന്നെ നമുക്കാണെങ്കിൽ കടുക് താളിക്കാം. അപ്പോൾ ആ എണ്ണയാണെങ്കിൽ ചൂടായി കിടക്കുന്ന എണ്ണയില്ല, അതിലോട്ട് നമ്മൾ കടുകിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കാണെങ്കിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ടു. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പക്ഷെ ഞാനിതിനകത്ത് ചെറുള്ളി ചേർക്കുന്നില്ല. പച്ചമുളകാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകാണെങ്കിൽ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇടണം. വറ്റൽമുളകാണെങ്കിൽ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ ആകുമ്പോഴത്തേനും ഒരുപാട് എരി ഓടിപ്പോയി കഴിഞ്ഞാലും ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് കൊള്ളില്ല, എരി മുന്നിട്ട് നിൽക്കും. അപ്പോൾ പച്ചമുളകൊക്കെ എടുക്കുന്ന സമയത്ത് എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളകൊക്കെ എടുത്തേച്ചാൽ മതി, എരിവ് കൂടുതലുള്ളതാണെങ്കിൽ. പിന്നെ നമ്മൾ എടുക്കുന്ന ഇഞ്ചിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഇതൊക്കെ മറിച്ച് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഈ സമയത്ത് നമ്മൾ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കായവും ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി നിങ്ങൾക്ക് ഇത് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താലും മതി, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്താലും കുഴപ്പങ്ങളൊന്നുമില്ല. ഉലുവാപ്പൊടി ഒന്നും കൂടി പോകാതെ ഒരു നുള്ളു ഉലുവാപ്പൊടി ഇട്ടേച്ചാൽ മതി. കാരണം ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പം ഒരുപാട് കൂടിപ്പോകാതെ നോക്കണം. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി അരച്ച് വെച്ചേക്കുന്നതൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ചിലർക്ക് നമുക്കാണെങ്കിൽ ഇങ്ങനെ ആ ഒരു പൊടി പോലെ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതായതുകൊണ്ട് ചെറിയ പൊടി പോലെയാണ്. പിന്നെ വറുത്ത് കിട്ടുമ്പോഴത്തേന് ഒന്നുകൂടെ ആണെങ്കിൽ പൊടിഞ്ഞ് ഇരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാനാണെങ്കിൽ അരച്ചെടുക്കണമെന്നില്ല. പക്ഷേ അരച്ചെടുക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളാണെങ്കിൽ എടുത്ത് വെച്ചിരുന്ന പുളിയൂടാണെങ്കിൽ പുളിവെള്ളം ഉണ്ടല്ലോ, അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഈ സമയത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇനി ഒരു പുളി നമ്മൾ തിളപ്പിച്ചെടുക്കാഞ്ഞത് കൊണ്ട് ഈ ഒരു പുളി നന്നായിട്ട് തിളച്ച് കിട്ടി കഴിഞ്ഞിട്ട് വേണം ശർക്കര ഒഴിക്കാൻ. അപ്പോൾ ഇത് കണ്ടോ നല്ലതായിട്ട് കുറുകി വരുന്നുണ്ട്. ആ കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഇപ്പം തന്നെ ആണെങ്കിലും അതിനൊരു ടേസ്റ്റാണ്. ശർക്കര ഒഴിച്ച് കൊടുത്തില്ലെന്ന് പറഞ്ഞാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ശർക്കര ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് മധുരം മുന്നിട്ട് നിൽക്കണ്ടായെങ്കിൽ കുറച്ച് ശർക്കര ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ ശർക്കരയോട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് പറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിക്കറിയൊക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങനെ ലൂസായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതൊന്നെല്ലാം പറ്റിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിക്കറി, നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയാവും. ഇത് നമ്മളാണെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കുന്നതായതുകൊണ്ട് പുറത്ത് വെച്ചിരുന്നെന്ന് പറഞ്ഞാലും അഴുക്കായി പോകത്തൊന്നുമില്ല. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിലും നമുക്കിത് കേടാകാതെ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് വെച്ചിരുന്നാൽ വെള്ളമയം ഒട്ടുവാണെങ്കിൽ ഇല്ലാത്ത ഒരു പാത്രത്തിൽ വേണം ഇത് ഒഴിച്ചെടുത്ത് വെക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്കാണെങ്കിൽ വാങ്ങിയെടുത്ത് വെക്കാൻ പറ്റും. വേറൊരു പാത്രത്തിലോട്ട് ചൂടാറി കഴിയുമ്പോഴത്തേന് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊള്ളേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓണ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോയുമായിട്ട് വരാം കേട്ടോ. ഇഞ്ചിക്കറി ആണെങ്കിൽ ഈ രീതിയിലല്ല വേറെ രീതിയിലൊക്കെ റെഡിയാക്കുന്നവർ ഒന്ന് നിങ്ങളുടെ കമൻറ്റിലൊന്ന് അറിയിക്കണേ. ഈ ഒരു കറി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, അരച്ചെടുത്ത് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും, കഴിക്കാത്തവരാണെങ്കിലും കഴിച്ചു പോകും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.